തൃശൂർ പുതുക്കാട് അസ്ഥിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കുഴിച്ചുമൂടിയ 2 നവജാത ശിശുക്കളിൽ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് തൃശൂർ റൂറൽ എസ്.പി പറഞ്ഞു. സംഭവത്തിൽ അവിവാഹിതരായ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യുവാവും യുവതിയും തമ്മിലുണ്ടായ അസ്വാരസ്യങ്ങളെ തുടർന്നാണ് നാടിനെ നടുക്കിയ ക്രൂരത പുറം ലോകമറിഞ്ഞത്. പുലർച്ചെ 2 മണിക്ക് അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയതായി ഭവിന്റെ വെളിപ്പെടുത്തൽ. മരിച്ച 2 കുട്ടികളുടെയും അസ്ഥിയെടുത്ത് സൂക്ഷിച്ചതായും ഭവിൻ മൊഴി നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ അനീഷയെ കൂടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ അസ്ഥികൾ കുട്ടികളുടേതാണെന്ന് കണ്ടെത്തി. കർമ്മം ചെയ്യണമെന്ന് ഭവിൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അസ്ഥി കൈമാറിയതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. അനീഷ ഒഴിവാക്കിയാൽ അസ്ഥി കാണിച്ച് കുടുംബത്തെ ഭീഷണിപ്പെടുത്താമെന്ന് കരുതിയാണ് അവ സൂക്ഷിച്ചതെന്നാണ് ഭവിൻ പോലീസിനോട് വെളിപ്പെടുത്തിയത്. ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചെന്നും രഹസ്യമായി വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടെന്നും യുവതി മൊഴി നൽകി. 2ാമത്തെ പ്രസവശേഷം കുഞ്ഞിന്റെ മൃതദേഹം സ്കൂട്ടറിൽ അനീഷ ഭവിന്റെ വീട്ടിലെത്തിക്കുകയായിരുന്നു. 2ാമത്തെ കുട്ടിയുടേത് കൊലപാതകമെന്ന് തൃശൂർ റൂറൽ എസ്.പി പറഞ്ഞു. ജനിച്ച് ദിവസങ്ങൾക്കകം 2 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. 2 പിഞ്ചു കുട്ടികൾ മരണപ്പെട്ടു. ഇവർ 2 പേരുടെയും കുട്ടിയാണ്. അതിന് തർക്കമൊന്നുമില്ല. 2 കുട്ടികളുടെ അസ്ഥികളുടെ ഭാഗമാണെന്ന് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി അത് ശാസ്ത്രീയ പരിശോധന നടത്തണം. FSL വേണം. കുഴിയെടുക്കുന്നത് കണ്ടെന്നാണ് അയൽവാസികളുടെ മൊഴി. അപ്പൻ്റെ കുഴി കുത്തിയിട്ടിട്ട് അങ്ങോട്ട് കയറിപ്പോയി. ഒരു ബക്കറ്റിൽ ഒരു സാധനം ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ടായി. അപ്പോ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടപ്പോ ഇവള് കുഴി മൂടി കഴിഞ്ഞിട്ട് അവള് ബക്കറ്റും കൈക്കോട്ടും കൊണ്ട് അവരെ വീടിന്റെ തെക്കേപ്പുറത്തേക്ക് പോയി. ഭവിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. 2020 ഫേസ്ബുക്കിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത്. 24 തൃശൂർ.